കലങ്ങിമറിയുന്ന സിനിമാ ലോകത്ത് ഇതുവരെ സംഭവിച്ചത് എന്തെല്ലാം, എങ്ങനെയാണ് അതിന് തുടക്കമിട്ടത്, അതിനുശേഷം വന്ന പ്രതികരണങ്ങൾ നമുക്കൊന്നുകൂടി ഒന്ന് പരിശോധിക്കാം. ഒരു റീക്യാപ്പ്. ഓഗസ്റ്റ് 19 ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പുറത്തുവരുന്നത്. അതിനുശേഷം AMMAയുടെ താരസംഘടനയുടെ പരിപാടിയുടെ റിഹേഴ്സലും പരിപാടിയുടെ അവതരണവും ഒക്കെയായി അവരാകെ ബിസിയായിരുന്നു. അതുകൊണ്ട് അടുത്ത ദിവസങ്ങളിലൊന്നും നമ്മൾ പ്രതികരണം കണ്ടില്ല. 20-നില്ല, 21-നില്ല, 22-നില്ല. 23-ാം തീയതിയാണ് AMMAയുടെ വാർത്താ സമ്മേളനം വരുന്നത്. വാർത്താ സമ്മേളനം നടക്കുമ്പോൾ 5 പേരെ നമ്മൾ AMMAയുടെ ഓഫീസിൽ കാണുന്നുണ്ട്. അവിടെ ജനറൽ സെക്രട്ടറി സിദ്ദിഖ് വന്നിട്ട് പറയുന്നു, ഈ റിപ്പോർട്ടിൽ, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ കണ്ടെത്തിയിരിക്കുന്ന കാര്യങ്ങൾ, അതിലെ ഫൈൻഡിങ്സ് ഒറ്റപ്പെട്ടതാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. സംഘടനയിൽ നിന്നുള്ള ഒരു ഭിന്നത വ്യക്തമാകുന്നത് തൊട്ടപ്പുറത്ത് ജഗദീഷ് നടത്തുന്ന പ്രതികരണത്തിലൂടെയാണ്. ജഗദീഷ് അപ്പോൾ തന്നെ പറഞ്ഞു, ഒറ്റപ്പെട്ട സംഭവമല്ല. സിദ്ദിഖിന്റെ വാർത്താ സമ്മേളനം തീരാൻ കാത്തിരുന്നു ജഗദീഷ്, എന്നിട്ടാണ് പറഞ്ഞത് ഒറ്റപ്പെട്ട സംഭവമല്ല, അന്വേഷണവും നടപടിയും വേണ്ട കാര്യങ്ങളാണ് പുറത്തേക്ക് വരുന്നതെന്ന് വൈസ് പ്രസിഡന്റ് ജഗദീഷിന്റെ തിരുത്ത് നമ്മൾ കാണുകയാണ്. ഇത് സംഭവിക്കുന്നത് ഓഗസ്റ്റ് 23-നാണ്. അതിനുശേഷം നടന്നത് എന്താണെന്ന് നോക്കൂ. അതിനുശേഷമാണ് 24-ാം തീയതി, തൊട്ടടുത്ത ദിവസം, ഈ ജനറൽ സെക്രട്ടറി സിദ്ദിഖിനെതിരെ ഒരു യുവനടി പരാതിയുമായി രംഗത്ത് വരികയാണ്, ആരോപണവുമായി രംഗത്ത് വരികയാണ്. അവർ വന്ന് എന്താണ് തനിക്ക് സംഭവിച്ചത്, തന്നോട് സിദ്ദിഖ് എന്താണ് ചെയ്തത് എന്നതൊക്കെ അവൾ വളരെ വിശദമായി തന്നെ അവർ മാധ്യമങ്ങളിലൂടെ വെളിപ്പെടുത്തുകയാണ്. യുവനടിയുടെ ആരോപണം യഥാർത്ഥത്തിൽ മലയാള സിനിമാ മേഖലയെ പിടിച്ചുകുലുക്കുന്ന തരത്തിലായിരുന്നു. മുൻപും അവർ ആരോപണം ഉന്നയിച്ചിട്ടുള്ളതാണ്. കൃത്യമായി പറഞ്ഞാൽ 2018 മുതലുള്ള കാലയളവിൽ അവർ ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. പക്ഷേ അതിന് വേണ്ട ശ്രദ്ധയൊന്നും കിട്ടിയില്ല. അവർ പരാതിപ്പെടാൻ പോയപ്പോൾ പരാതി സ്വീകരിച്ചില്ല എന്നൊക്കെയാണ് അവർ പറയുന്നത്. എന്തായാലും ഇപ്പോൾ അവർ ഉന്നയിച്ച ആരോപണം ഓഗസ്റ്റ് 24-ാം തീയതി സംഭവിച്ച തൊട്ടടുത്ത ദിവസം 25-ാം തീയതി രാവിലെ 7 മണിയാകുമ്പോഴേക്കും സിദ്ദിഖിന്റെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നുള്ള രാജി നമ്മൾ കാണുകയാണ്. അതിനുശേഷം തൊട്ടടുത്ത ദിവസമാണ് സിദ്ദിഖ് രാജിവെച്ചു. അതോടൊപ്പം തന്നെ രഞ്ജിത്ത് എന്ന ചലച്ചിത്ര അക്കാദമി ചെയർമാന്റെ രാജി നമ്മൾ അതേ ദിവസം കാണുന്നുണ്ട്. ആ ഒരു വാർത്താ പകൽ കഴിയുന്നു. അതിനുശേഷം തൊട്ടടുത്ത ദിവസം ജോയിന്റ് സെക്രട്ടറി ബാബുരാജിനെതിരെ ആരോപണവുമായി ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് രംഗത്ത് വരികയാണ്. ബാബുരാജ് എന്താണ് തന്നോട് ചെയ്തത് എന്നുള്ള ആരോപണവുമായി വരുന്നു. അപ്പോഴാണ് നമ്മൾ പൃഥ്വിരാജിന്റെ വാർത്താ സമ്മേളനം വൈകുന്നേരമാകുമ്പോൾ കാണുന്നു. പൃഥ്വിരാജ് ഒരു സ്പോർട്സ് പരിപാടിക്ക് ഉള്ള വാർത്താ സമ്മേളനത്തെ AMMAയുടെ ഹേമ കമ്മിറ്റിയുടെ കാര്യങ്ങൾ സംസാരിക്കുന്നതിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. എന്നിട്ട് വന്നിട്ട് പൃഥ്വിരാജ് പറയുന്നു, AMMA എന്ന താരസംഘടനയ്ക്ക് വീഴ്ച പറ്റി, തിരുത്തലുകൾ ആവശ്യമാണ് എന്ന് പൃഥ്വിരാജ് തുറന്നടിക്കുന്നതോടുകൂടി സംഘടന കൂടുതൽ പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നതാണ് നമ്മൾ കണ്ടത്. അപ്പോഴാണ് ചർച്ചകൾ, അതായത് നേതൃമാറ്റം, പൂർണ്ണമായും ഈ ഒരു സംഘടന അകപ്പെട്ടിരിക്കുന്ന വലിയ പ്രതിസന്ധി എത്രയാണ്, ആ പ്രതിസന്ധിയുടെ ആഴം എത്രയാണ് എന്ന ചർച്ചയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. സെക്രട്ടറി സ്ഥാനത്തേക്ക് ഇത്രയും കൃത്യമായ നിലപാടെടുത്ത ജഗദീഷ്, നിലവിലെ വൈസ് പ്രസിഡന്റായ ജഗദീഷ് എത്തട്ടെ, വനിത നേതൃത്വത്തിലേക്ക് വരട്ടെ, അങ്ങനെയുള്ള ചർച്ചകൾക്ക് തുടക്കമിടുന്നതും അപ്പോഴാണ്. എന്തായാലും എക്സിക്യൂട്ടീവ് യോഗം ചേരാൻ തീരുമാനിച്ചിരുന്നു. പക്ഷേ ആ എക്സിക്യൂട്ടീവ് യോഗം മാറ്റിവെക്കാനുള്ള തീരുമാനത്തിലേക്ക് പൊടുന്നനെ സംഘടന എത്തുന്നതാണ് നമ്മൾ കാണുന്നത്. ഈ എക്സിക്യൂട്ടീവ് യോഗം മാറ്റിവെക്കുന്നു. അതിനുശേഷം വാട്സാപ്പ് ഗ്രൂപ്പിൽ ചർച്ചകളൊക്കെ നടക്കുകയാണ്. AMMAയുടെ വാട്സാപ്പ് ഗ്രൂപ്പിലെ ചർച്ചയിലേക്ക് നമുക്കൊന്ന് പോകാം. മോഹൻലാൽ ആണല്ലോ AMMA എന്ന താരസംഘടനയുടെ പ്രസിഡന്റ്. അദ്ദേഹം കൃത്യമായി മമ്മൂട്ടിയുമായിട്ട് സംസാരിക്കുന്നു. എന്നിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്നത് സംബന്ധിച്ചുള്ള കൂടിയാലോചന, ബിഗ് എംസ് എന്ന നിലയിൽ അവർക്കിടയിൽ കൂടിയാലോചനകൾ നടക്കുന്നു. ഇനിയും ആക്രമണം വരും, അതുകൊണ്ട് നമ്മൾ ഒഴിയുന്നതാണ് നല്ലത്, പുതിയ തലമുറ വരട്ടെ, ആ ഒരു സ്റ്റാൻഡിലേക്ക് മോഹൻലാൽ എത്തുകയാണ്. ആ സ്റ്റാൻഡിൽ മാത്രം നിന്നാൽ മതിയോ? നമ്മൾ ഒഴിയുമ്പോൾ എന്ത് പറയണം, ഒഴിയുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്, അതേക്കുറിച്ച് ചർച്ച നടന്നോ എന്നത് വ്യക്തമല്ല. ആരോപണങ്ങൾക്കെതിരെ പോരാടണം, ആരോപണങ്ങൾ ഫൈറ്റ് ചെയ്ത് ആരോപണങ്ങൾ തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് തെളിയിക്കണം. അത് ഓരോരുത്തരും ഇൻഡിവിജ്വലി ചെയ്യേണ്ട കാര്യമാണ്. പക്ഷേ അവിടെ മോഹൻലാൽ എടുക്കുന്ന ഒരു നിലപാടുണ്ട്. മോഹൻലാൽ പറയുന്നു, ഫൈറ്റ് ചെയ്യാൻ ഇത് രാഷ്ട്രീയമല്ല, ഈ ഘട്ടത്തിൽ മറ്റ് ചർച്ചകളിലേക്ക് പോകേണ്ടതില്ല എന്ന് മോഹൻലാൽ പറയുകയാണ്. അങ്ങനെ AMMAയുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ അവർ ഓൺലൈനായി നടത്തുന്ന ചർച്ചകൾക്കൊടുവിൽ ഭരണസമിതി പിരിച്ചുവിടാൻ, എല്ലാവരും ഒന്നിച്ചങ്ങ് രാജിവെക്കാൻ 17 പേരുടെയും കൂട്ടരാജിയിലേക്ക് കാര്യങ്ങൾ എത്തുകയായിരുന്നു. ഭരണസമിതി പിരിച്ചുവിടുന്നു. അതിനുശേഷം പിന്നീട് മോഹൻലാലിന്റെ പ്രതികരണമൊന്നും നമ്മൾ കണ്ടിട്ടില്ല. ആരോപണങ്ങളിൽ മേൽ ഇപ്പോൾ പരാതികളായി മാറി അതിൽ കേസെടുക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ്. മറ്റു നടന്മാരും ഒക്കെ പ്രതികരിക്കുന്നുണ്ട്. ഈ രാജിയെക്കുറിച്ച് ഉള്ള ആലോചനകൾ നടന്ന വേളയിൽ അംഗങ്ങൾക്ക് ഓരോ മാസവും നൽകുന്ന ആനുകൂല്യങ്ങളൊക്കെ കൊടുക്കുന്നതിനെപ്പറ്റി ചർച്ചകൾ ഉണ്ടായിരുന്നു എന്നാണ് വിനു മോഹനും അനന്യയും ഒക്കെ പറയുന്നത്. അനന്യയും വിനു മോഹനും സരയുവും ഒന്നും രാജിവെക്കാൻ ആദ്യം തയ്യാറായിരുന്നില്ല. കൂട്ടരാജിക്ക് വഴങ്ങാതിരുന്ന ആളുകൾ ജഗദീഷ് അടക്കമുള്ള ആളുകളാണ് എന്നും കേൾക്കുന്നു.